5ാം ക്ലാസ്സിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 1ാമത്തെ യൂണിറ്റിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇതിന് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 1ാമത്തെ ചോദ്യം, കളികളിലൂടെ കൈവരിക്കാവുന്ന നേട്ടങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഗെയിൻഡ് ത്രൂ സ്പോർട്സ്? സ്പോർട്സിലൂടെ നേടാവുന്ന നേട്ടങ്ങൾ. ഉത്തരം, ആനന്ദം നേടുന്നു, എൻജോയ്മെൻറ്റ്, കൂട്ടുകൂടാൻ കഴിയുന്നു, മേക്ക് ഫ്രണ്ട്സ്, കായികക്ഷമത നേടുന്നു, ഇൻക്രീസ് ഫിസിക്കൽ ഫിറ്റ്നസ്, പരസ്പര സഹകരണം വർദ്ധിക്കുന്നു, ഇൻക്രീസ് കോഓപ്പറേഷൻ, നിയമങ്ങളെ അനുസരിക്കാൻ ശീലിക്കുന്നു, ഫോളോ റൂൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ ഡാഷ് ആണ്. എ ഹെൽത്തി പേഴ്സൺസ് ഹാർട്ട് ബീറ്റ് ഈസ് ഡാഷ് ടൈംസ് പെർ മിനിറ്റ്. നമ്മൾ ഭയങ്കര പനിയൊക്കെ പിടിച്ച് കിടക്കുന്ന സമയത്ത് ഹൃദയമിടിപ്പ് സ്ലോ ആയിരിക്കും. അതുപോലെ സ്പോർട്സിലും മറ്റു ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്ന സമയത്ത് നമ്മളുടെ ഹൃദയമിടിപ്പ് ഹൈ ആയിരിക്കും. അതുപോലെ നമ്മൾ പേടിക്കുന്ന സമയത്തും നമ്മളുടെ ഹൃദയമിടിപ്പ് ഹൈ ആയിരിക്കും. അങ്ങനെ ഹൈയോ ലോ ആയിട്ടുള്ളതല്ല ചോദിക്കുന്നത്. നോർമൽ കണ്ടീഷനിൽ ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ എത്ര എണ്ണം ആയിരിക്കും എന്നാണ് ഉത്തരം. 60 to 100, 60 മുതൽ 100 വരെ. ഉല്ലാസത്തിന് വേണ്ടി ഏർപ്പെടുന്ന കായിക പ്രവൃത്തിയാണ് ഡാഷ്. ഡാഷ് ഈസ് എ ഫിസിക്കൽ ആക്ടിവിറ്റി ഫോർ പ്ലഷർ, ഫൺ ആൻഡ് എൻജോയ്മെൻറ്റ്. ഉല്ലാസത്തിന് വേണ്ടി ഏർപ്പെടുന്ന ധാരാളം പരിപാടികളുണ്ട്, കമ്പ്യൂട്ടർ ഗെയിമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അതല്ല, കായിക പ്രവൃത്തിയാണ്, ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്, ശരീരം കൊണ്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ചോദിക്കുന്നത്. ഉത്തരം, കായിക വിനോദം, സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ഓട്ടം, ചാട്ടം അങ്ങനെയുള്ള ഇനങ്ങളെയാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഗെയിമോ അല്ലെങ്കിൽ നമ്മൾ ചെസ് ഗെയിമോ ഒന്നും കളിക്കുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കായികാധ്വാനത്തിന് ശേഷം ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്. ഗെറ്റിംഗ് ബാക്ക് ടു ദ ഒറിജിനൽ സ്റ്റേജ് ഓഫ് ബോഡി ആഫ്റ്റർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഈസ് നോൺ ആസ്. 100 മീറ്റർ റേസിൽ ഓടി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഹൃദയമിടിപ്പ് ഹൈ ആയിരിക്കും, നമ്മൾ വേർത്ത് ഒഴുകിയിട്ടുണ്ടാവും, ആകെ ടയേർഡായിട്ടിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേക ഒരു അവസ്ഥയാണ്. ഇതിൽ നിന്നും നമ്മുടെ ശരീരം ആ നോർമൽ അവസ്ഥയിലേക്ക് റിട്ടേൺ ചെയ്യണം, തിരിച്ചു വരണം. ഗെറ്റിംഗ് ബാക്ക്. ആ ഗെറ്റിംഗ് ബാക്കിന്, തിരിച്ചു വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണെന്നാണ് പുനഃപ്രാപ്തി, റിക്കവറി. അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തത്, കൂളിംഗ് ഡൗൺ എന്നാൽ എന്ത്? വാട്ട് ഈസ് കൂളിംഗ് ഡൗൺ ആക്ടിവിറ്റി? നമ്മൾ ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്ന എല്ലാം സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അങ്ങനെ ഒരു ആൻസറാണ് നമ്മൾ പരീക്ഷയ്ക്കും ഇതിൽ നിന്ന് എഴുതേണ്ടത്. 4x100 മീറ്റർ റിലേ ആണെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ ഓടി ക്ഷീണിച്ച് വന്നിരിക്കുമ്പോൾ നമ്മളുടെ ബോഡി ടെമ്പറേച്ചറും പൾസും എല്ലാം ഹൈ ആയിരിക്കും. അത് വീണ്ടും തിരിച്ച് നോർമലിലേക്ക് വരിക, കൂളിംഗ് ഡൗൺ അതിനാണ് കൂളിംഗ് ഡൗൺ എന്ന് പറയുന്നത്. നമുക്ക് ആൻസർ നോക്കാം. കഠിനമായ കായിക പ്രവർത്തനത്തിന് ശേഷം ശരീരത്തെ സാധാരണ സ്ഥിതിയിലേക്ക് തിരികെ എത്തിക്കുന്ന പ്രവർത്തനമാണ് കൂളിംഗ് ഡൗൺ. Return of the body to its normal stage after a physical activity is cooling down. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കൂളിംഗ് ഡൗൺ പ്രവർത്തനത്തിൻ്റെ പേര് എഴുതുക. നെയിം എ കൂളിംഗ് ഡൗൺ ആക്ടിവിറ്റി. ആൻസർ, ഹമ്മിങ് ബീ. ഹമ്മിങ് ബീ എന്നോ ഹമ്മിങ് ബീ ആക്ടിവിറ്റി എന്നോ അല്ലെങ്കിൽ ഹമ്മിങ് ബീ എക്സർസൈസ് എന്നോ എഴുതാം. ഒരു ആക്ടിവിറ്റി അല്ല. ഇങ്ങനെ നമ്മളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു യോഗാസനം മോഡലിലുള്ള ഒരു പ്രവർത്തനമാണ്, ഇരുന്നുകൊണ്ട് ചെയ്യാനുള്ള ഒന്നാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കാനും ശരീരത്തെ വിശ്രമാവസ്ഥയിൽ കൊണ്ടുവരാനും നല്ല ഉറക്കം കിട്ടാനും സഹായിക്കുന്ന കൂളിംഗ് ഡൗൺ പ്രവർത്തനം ഏത്? Name the cooling down activity which can reduce anxiety, stress and helps to get good sleep. Answer, humming bee. 7ാമത്തെ ക്വസ്റ്റ്യൻ, നല്ല ഉറക്കം കിട്ടുന്നത് കൊണ്ടുള്ള ഗുണമെന്ത്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഗുഡ് സ്ലീപ്പ്? ഉത്തരം, മികച്ച ആരോഗ്യത്തിനും ശരീര വളർച്ചയ്ക്കും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ചിന്താശേഷി, ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും നല്ല ഉറക്കം ആവശ്യമാണ്. Adequate sleep is necessary for good health, brain function, thinking ability and memory power. Adequate sleep എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ചുള്ള സ്ലീപ്പ്, ഉറക്കം, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങണം? How many hours a 6 to 12 year old kid should sleep?
5ഉം 6ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എത്ര മണിക്കൂർ ഉറങ്ങണം? ആൻസർ 9 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ. 9 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങണം. 9, 10, 11, 12. 12 കൂടുതൽ ഉറങ്ങാൻ പാടില്ല, 9 കുറച്ച് ഉറങ്ങാൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് നല്ല ക്ഷീണമുള്ള ദിവസമാണെങ്കിൽ നമ്മളൊരു 11 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ഉറങ്ങിയെന്ന് വരും. നമ്മൾക്ക് നല്ല ക്ഷീണമൊന്നുമില്ല, നല്ല എനർജറ്റിക് ആണെങ്കിൽ ചിലപ്പോൾ 9 മണിക്കൂറൊക്കെ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കും. 9 hours to 12 hours. 9ാമത്തെ ക്വസ്റ്റ്യൻ, വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉറങ്ങുന്ന സമയത്താണ്. ശരിയോ തെറ്റോ? ഹോർമോൺസ് ദാറ്റ് പ്രൊമോട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് സ്ലീപ്പ്. ട്രൂ ഓർ ഫാൾസ്? ഉത്തരം ശരി, ട്രൂ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ബേസിക് ഫാക്ടേഴ്സ് നീഡഡ് ടു ലെഡ് എ ഹെൽത്തി ലൈഫ്? ഉത്തരം വിശ്രമം, വിനോദം, ഉറക്കം, ആഹാരരീതി, വ്യായാമം, ശുചിത്വം. റെസ്റ്റ്, പ്ലഷർ, സ്ലീപ്പ്, ഡയറ്റ്, ഫിസിക്കൽ എക്സർസൈസസ്, നീറ്റ്നെസ്. 11ാമത്തെ ചോദ്യം, വിശ്രമത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ലഘുകുറിപ്പ് എഴുതുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസ്റ്റ്. ഞാൻ കുറിപ്പായിട്ട് എഴുതുന്നില്ല, അതിൻ്റെ പോയിന്റ്സ് മാത്രം ഇവിടെ എഴുതാം. അത് ഒന്ന് വിശദീകരിച്ച് ഒരു കുറിപ്പ് പോലെ നിങ്ങൾ എഴുതിയാൽ മതി. നല്ല ആരോഗ്യം, ശ്രദ്ധ, ഓർമ്മശക്തി, രോഗപ്രതിരോധ ശേഷി, നല്ല മാനസികാവസ്ഥ എന്നിവ വർദ്ധിപ്പിക്കാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും വിശ്രമം സഹായിക്കും. റെസ്റ്റ് ഈസ് വിറ്റൽ ഫോർ ബെറ്റർ മെൻ്റൽ ഹെൽത്ത്, ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ആൻഡ് മെമ്മറി, എ ഹെൽത്തിയർ ഇമ്മ്യൂൺ സിസ്റ്റം, റെഡ്യൂസ്ഡ് സ്ട്രെസ്, ഇംപ്രൂവ്ഡ് മൂഡ്, ഇതിനൊക്കെ സഹായിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. നല്ല ആഹാരശീലങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്? ഇതിൻ്റെ ഉത്തരം ടെക്സ്റ്റ് ബുക്കിലെ പേജ് 16 കൊടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇതല്പം വലിയൊരു ഉത്തരമായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല, വീഡിയോയുടെ വലിപ്പം കൂടിപ്പോകും. നിങ്ങളത് വായിച്ചു നോക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയെ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുക. ക്ലാസിഫൈ ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ടു ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് സീരിയൽസ്. തക്കാളി, ടൊമാറ്റോ. തക്കാളിയൊക്കെ പഴത്തിലും വെജിറ്റബിളിലും വരുമോ എന്ന് കുട്ടികൾക്കൊരു സംശയം തോന്നും. പഴമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണമെങ്കിൽ തിന്നുമൊക്കെ ചെയ്യാം, പക്ഷേ തക്കാളി ഒരു വെജിറ്റബിൾ തന്നെയാണ്. അതുപോലെ പപ്പായ ടെൻഡർ പപ്പായൊക്കെ ആണെങ്കിൽ, മൂക്കാത്ത പപ്പായ ആണെങ്കിൽ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, വെജിറ്റബിൾസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മെയിൻ ഉപയോഗം ഫ്രൂട്ട് തന്നെയാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, റെയിൻബോ ഡയറ്റ് എന്ന ആശയം രൂപകൽപ്പന ചെയ്തത് ആര്? ഹു ഡിസൈൻഡ് റെയിൻബോ ഡയറ്റ്? ഉത്തരം ഡോക്ടർ ഡീന മിനിച്ച്, ഒരു ന്യൂട്രീഷൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അവരാണിത് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. 15ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഫുഡ് പിരമിഡ് പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ദ ഫുഡ് പിരമിഡ്. ആ ഫുഡ് പിരമിഡിലെ 3 ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നേർക്ക് വേണ്ട കാര്യങ്ങൾ ക്രമം തെറ്റിച്ച് തരികയോ അല്ലെങ്കിൽ തരാതിരിക്കുകയോ ചെയ്യും. അത് നമ്മളോട് എഴുതാൻ പറയും. ഇവിടെ ഞാനതിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ട്. 16ാമത്തെ ചോദ്യം, ഫുഡ് പിരമിഡിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ആഹാര ഘടകം ഏത്? വിച്ച് ന്യൂട്രിയൻറ്റ് ഈസ് ദ മോസ്റ്റ് അബുണ്ടൻറ്റ് ഇൻ ദ ഫുഡ് പിരമിഡ്? ഫുഡ് പിരമിഡിൽ നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും, സീരിയൽസ് ആൻഡ് പൾസസ്. 17ാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. ചേരുംപടി ചേർക്കാനുള്ളതാണ്. നമുക്കവിടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് ജലപാനവും ആരോഗ്യവും എന്നുള്ള പേജിൽ. അവിടെ ഓരോ 4 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം, 9 മുതൽ 13 വയസ്സ് വരെ, 14 മുതൽ 18 വയസ്സ് വരെയുള്ളവർ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണ്. ഇതാണ് അതിൻ്റെ ഉത്തരം. ഈ ഉത്തരം വായിച്ച് മനസ്സിലാക്കണം. ഇത് ചിലപ്പോൾ പല രീതിയിൽ ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18. എന്തുകൊണ്ടാണ് ഫുഡ് പിരമിഡിൽ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സീരിയൽസ് ആൻഡ് പൾസസ് ആർ ദ മോസ്റ്റ് അബുണ്ടന്റ് ന്യൂട്രിയൻ ഇൻ ദ ഫുഡ് പിരമിഡ്. വൈ?
കുട്ടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഊർജ സ്രോതസ്സായും മികച്ച രോഗപ്രതിരോധ ശേഷിയും സന്തുലനാവസ്ഥയും കൈവരിക്കാനും ആരോഗ്യമുള്ള ത്വക്ക്, മുടി, നഖം, ആന്തരാവയവങ്ങൾ എന്നിവയ്ക്കും ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും ആവശ്യമാണ്. ഇനി നമുക്കതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ഉത്തരം നോക്കാം. ദേ ആർ ഹൈലി ന്യൂട്രീഷ്യസ്, പ്രൊവൈഡിംഗ് എനർജി, പ്രോട്ടീൻ, സ്റ്റാർച്ച് ആൻഡ് ഫൈബർ. സീരിയൽസ് ആൻഡ് പൾസസ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് സ്കിൻ, ഹെയർ ആൻഡ് നെയിൽ. 19ാമത്തെ ചോദ്യം, ഒരു വ്യക്തി പാലിക്കേണ്ട വ്യക്തി ശുചിത്വ ശീലങ്ങൾ എന്തെല്ലാം? റൈറ്റ് ദ ഹാബിറ്റ്സ് വി നീഡ് ടു ഫോളോ ഫോർ പേഴ്സണൽ ഹൈജീൻ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ ചോദ്യം എന്തായാലും ഈ ചോദ്യം മുഴുവനായിട്ടോ ഇതിലെ ഒരു പാർട്ടായിട്ടോ നമുക്ക് ഓണപരീക്ഷയ്ക്ക് ചോദിക്കാം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഞാനത് അതേപോലെ ഇവിടെ ഇട്ടിരിക്കുകയാണ്. ഇതെല്ലാവരും നന്നായി പഠിച്ചു വയ്ക്കുക. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിതിനെ കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കാം. പട്ടിക പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ദ ടേബിൾ. ചുവടെയുള്ള പട്ടിക പൂർത്തിയാക്കൂ. കളികൾ, കായിക പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ കൈവരിക്കാവുന്ന നേട്ടങ്ങൾ. അതൊരു 3 എഴുതിയാൽ മതി. നമ്മൾ അതിനുള്ള കോളംസേ അവിടെ വീട്ടിലുള്ളൂ. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ. 3ാമത്തത് ആരോഗ്യകരമായ ജീവിതത്തിന് പാലിക്കേണ്ട ശീലങ്ങൾ. ഇതിന്റെ ആൻസർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 21. കളികളിൽ പങ്കെടുത്തപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് എഴുതുക. റൈറ്റ് ഡൗൺ ദ ചേഞ്ചസ് ദാറ്റ് ഓക്കേർഡ് ഇൻ യുവർ ബോഡി വൈൽ പ്ലേയിങ്. ഉത്തരം, ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു. ഇൻക്രീസ് ഹാർട്ട് ബീറ്റ്. ശ്വസന നിരക്ക് വർദ്ധിക്കുന്നു. ഇൻക്രീസ് ബ്രീത്തിങ് റേറ്റ്. ശരീരോഷ്മാവ് വർദ്ധിക്കുന്നു. ഇൻക്രീസ് ബോഡി ടെമ്പറേച്ചർ. ശരീരക്ഷീണം വർദ്ധിക്കുന്നു. ഇൻക്രീസ് ഫാറ്റീഗ്. അടുത്ത ചോദ്യം നോക്കാം. കളിക്കിടയിലെ വിശ്രമ സമയം എങ്ങനെയെല്ലാം പുനഃപ്രാപ്തിയെ സ്വാധീനിക്കുന്നു? ഉത്തരം, ശരീരത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുന്നു. റിട്ടേൺ ഓഫ് ദ ബോഡി ടു നോർമൽ സ്റ്റേറ്റ്. ഉന്മേഷം ലഭിക്കുന്നു. റിഫ്രഷ്മെന്റ്. വേഗത്തിൽ പുനഃപ്രാപ്തി നേടുന്നു. അറ്റെയിൻ റിക്കവറി. അടുത്ത ചോദ്യം നോക്കാം. ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഫുഡ്? ഉത്തരം, ശാരീരിക വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഹെൽപ്പ് ഫിസിക്കൽ ഗ്രോത്ത്. രോഗപ്രതിരോധ ശേഷി നേടുന്നു. അറ്റെയിൻ ഇമ്മ്യൂണിറ്റി പവർ. ശാരീരിക പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം ലഭിക്കുന്നു. എനർജി ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. 24ാമത്തെ ചോദ്യം. താഴെ കൊടുത്തതിൽ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന പ്രവർത്തനം ഏതാണ്? ചങ്ങലക്കൂട്ടം കളി, സർക്കിൾ പ്ലേ കളി, ഹമ്മിങ് ബീ എക്സർസൈസ്, പെട്ടിയിലെ മാണിക്യം കളി. ഉത്തരം, ഹമ്മിങ് ബീ എക്സർസൈസ്. 25. താഴെ കൊടുത്തതിൽ ഭക്ഷണക്രമവുമായി ബന്ധമില്ലാത്തത് ഏത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഡയറ്റ്? റെയിൻബോ ഡയറ്റ്, ഫുഡ് പിരമിഡ്, ഹൃദയമിടിപ്പ്. ഉത്തരം, ഹൃദയമിടിപ്പ്, ഹാർട്ട് ബീറ്റ്. 26. ജങ്ക് ഫുഡിന് ഉദാഹരണം എഴുതുക. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ജങ്ക് ഫുഡ്. ഉത്തരം, കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ്, ഫാസ്റ്റ് ഫുഡ്, ബർഗേഴ്സ് ആൻഡ് പിസാസ്, ചോക്ലേറ്റ് ആൻഡ് സ്വീറ്റ്സ്, പ്രോസസ്ഡ് മീറ്റ്, അതായത് ഫ്രൈഡ് ചിക്കൻ അങ്ങനെയുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സ്നാക്സ് സച്ചാസ് ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്നാക്സിൽ ഉൾപ്പെടും. എനർജി ഡ്രിങ്ക്സ്, എനർജി ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. എനർജി ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഈ കുപ്പിയിൽ അടച്ചിട്ടുള്ള, നമ്മൾ കടയിലൊക്കെ പോയാൽ കുപ്പിയിൽ അടച്ചിട്ടുള്ള പലതരം മധുരമുള്ള സോഡ പോലതും ഒക്കെ കിട്ടും. അവയാണ് ഷുഗറി ഡ്രിങ്ക്സ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, മദ്യം പോലെയുള്ള സാധനങ്ങൾ. 27ാമത്തെ ചോദ്യം നോക്കൂ. നല്ല ആരോഗ്യശീലം എന്ന വിഷയത്തിൽ പോസ്റ്ററുകൾ തയ്യാറാക്കുക. പ്രിപ്പയർ പോസ്റ്റർ ഫോർ ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്. ഫുഡ് ഹാബിറ്റ്സുമായി ബന്ധപ്പെട്ട കുറച്ച് പോസ്റ്ററുകളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കുക. 28ാമത്തെ ചോദ്യം. റെയിൻബോ ഡയറ്റ് എന്നാൽ എന്ത്? വാട്ട് ഈസ് റെയിൻബോ ഡയറ്റ്? അത് പുസ്തകത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ എടുത്തിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കിയാൽ മതി. 29ാമത്തെ ചോദ്യം. ആരോഗ്യത്തിന് ദോഷകരവും കുറഞ്ഞ പോഷകമൂല്യമുള്ളതുമായ ഭക്ഷണങ്ങൾ. ഈ പ്രസ്താവനയ്ക്ക് യോജിച്ചത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഫുഡ് ഐറ്റംസ് വിച്ച് ആർ ഹൈ ഇൻ കലോറീസ് ആൻഡ് ലോ ഇൻ ന്യൂട്രീഷണൽ വാല്യൂ. അവിടെ കുറച്ച് ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഇലക്കറികൾ, ലീഫി വെജിറ്റബിൾസ്, റെയിൻബോ ഫുഡ്, ജങ്ക് ഫുഡ്, ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്. ഉത്തരം, ജങ്ക് ഫുഡ്. 30ാമത്തെ ചോദ്യം, അതായത് ലാസ്റ്റ് ചോദ്യം നോക്കാം. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഓഡ് വൺ ഔട്ട്. നഖം വെട്ടുന്നു, കട്ടിംഗ് നെയിൽസ്.
വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു. വെയറിംഗ് നീറ്റ് ഡ്രസ്. ഭക്ഷണത്തിന് മുൻപ് കൈ വൃത്തിയാക്കുന്നു. വാഷിംഗ് ഹാൻഡ്സ് ബിഫോർ ഫുഡ്. രാത്രി വൈകി ഉറങ്ങുന്നു. സ്ലീപ്പ് ലേറ്റ് അറ്റ് നൈറ്റ്. ഉത്തരം രാത്രി വൈകി ഉറങ്ങുന്നു. സ്ലീപ്പ് ലേറ്റ് അറ്റ് നൈറ്റ്. ഇത്രയുമാണ് ആരോഗ്യ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് 1ാം യൂണിറ്റിനുള്ള ചോദ്യങ്ങൾ. ഇതിൽ പല ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നന്നായി പഠിക്കൂ, നല്ല മാർക്ക് വാങ്ങൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.